ഇതിനകത്ത് ഒരു ചെറിയ പിശക്, ചെറുതല്ല, അത് സ്പീഡിൽ എഴുതി വന്നതുകൊണ്ടായിരിക്കാം വന്നൊരു പിശകുണ്ട്. പക്ഷേ അത് ടോട്ടലായിട്ടുള്ള അർത്ഥത്തെ മാറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വിഴിഞ്ഞം പോർട്ടിൽ 49% ഷെയർ MSC കമ്പനി എടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞായിട്ട് കാണുക. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി പോർട്സ് എന്ന കമ്പനിക്കുള്ള ഷെയറിൻ്റെ 49% ഷെയറാണ് ഈ പറയുന്ന MSC എന്ന് പറയുന്ന വലിയ കമ്പനി എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല? അതായത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പിന്നെ ഈ അദാനി പോർട്സ് എന്ന കമ്പനിയും ചേർന്നുള്ള ഒരു പരിപാടിയാണല്ലോ. അതിനകത്ത് അദാനി പോർട്സിൻ്റെ കൈവശമുള്ള ഷെയറിൽ അവർ 49% ഷെയർ MSCയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. മനസ്സിലായില്ല? അതാണ് അതിൻ്റെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 49 ഒരു 100ആയി പരിഗണിച്ചു കഴിഞ്ഞു. കറക്റ്റ്, അങ്ങനെയാണ്. അതാണ് അവരുടെ ഷെയർ അവർ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് തന്നെയും പക്ഷേ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, അദാനി പോർട്സിന് വിഴിഞ്ഞം പദ്ധതിയിലുള്ള അത് ഏതാണ്ട് ഒരു 28% ഒക്കെ ആയിരിക്കും അങ്ങനെ പരിഗണിച്ചാൽ. ആകെ 28%ൻ്റെ 49% പോലും 13,270 കോടി രൂപ വിലമതിക്കുന്ന ഓഹരിയാണ്. എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം പദ്ധതി എത്രമാത്രം വലുതാണ്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എത്രമാത്രം പ്രധാനപ്പെട്ടതും വലുതുമാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ എടുക്കണം. അതായത് ഈ വിഴിഞ്ഞം പദ്ധതി എന്നത് 29% എങ്കിലും അല്ലെങ്കിൽ 29-30% കൈവശം വെക്കുന്ന അദാനി പോർട്സിൻ്റെ ആ 29%-ന് 49% പോലും 13,270 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് എന്നത് നമ്മുടെ ഈ പദ്ധതിയുടെ വലുപ്പത്തെക്കുറിച്ച്, ഈ വിഴിഞ്ഞം പോർട്ട് എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവമാകും. ഇപ്പോൾ 49% ഓഹരികൾ വാങ്ങിയിരിക്കുന്ന ഈ കമ്പനി ഈ ഇത്രയും വലിയൊരു ഡീല് നടത്തുമ്പോൾ ഇതിൻ്റെ ബേസ് ഇരിക്കുന്ന കേരള സർക്കാർ എന്നുവെച്ചാൽ 40 വർഷക്കാലം കഴിഞ്ഞാൽ ഇവർ കേരള സർക്കാരിനാണ് സമ്പൂർണ്ണ ഉടമസ്ഥത. 40 വർഷക്കാലം കഴിഞ്ഞാൽ അദാനി പോർട്സിനോ ഈ MSCയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി വന്നാലോ ഈ വിഴിഞ്ഞം പദ്ധതിക്കകത്ത് ഒരു അവകാശവുമില്ല. 40 വർഷത്തേക്കുള്ളൊരു പാട്ട അവകാശം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് കാണണം. 40 വർഷം കഴിഞ്ഞാൽ ഒരു 2000 ആ വർഷത്തോട് കൂടിയിട്ട് ഇത് സമ്പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുതലാളി, ഉടമ കേരള സർക്കാരായി മാറും. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് വിഴിഞ്ഞം പോർട്ട് മാറും. അപ്പം 40 വർഷത്തിന് ശേഷം നമ്മുടെ കൈവശത്തേക്ക് വരേണ്ട ഒരു സംഗതിക്കകത്ത് ഒരു പങ്കാളി അവരുടെ പങ്കാളിയായിട്ട് മറ്റൊരു വലിയ ഭീമനെ ചേർക്കുന്നത് കേരള സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നതിൽ ഒരു അമ്പരപ്പുണ്ടാക്കാനുള്ള എതിർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇക്കാര്യത്തിൽ ഒരേ സ്വരം ഉണ്ടായി വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പാടില്ലല്ലോ. ഇപ്പോൾ നിയമപരമായിട്ട് സാധിക്കാമോ എന്ന് എനിക്കറിയാവുന്ന വിധത്തിൽ ഈ ChatGPTയോടും ജെമിനിയോടൊക്കെ ചോദിച്ചു. നിയമപരമായിട്ട് ഇത് സാധിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ അന്തിമമായിട്ടുള്ള ഡീലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അന്തിമമായിട്ട് ഈ ഡീലിൻ്റെയൊക്കെ ഈ ഷെയർ കൈമാറ്റത്തിനൊക്കെ കമ്പനികൾക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അന്തിമമായിട്ടുള്ള ഡീലിൽ എത്തിയതിന് ശേഷം മതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചാലേ നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ അന്തിമമായിട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ അന്തിമമായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയാം. പക്ഷേ അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെയൊരു ഡീല് നടന്നതായിട്ട്, ഓഹരി കൈമാറ്റം നടന്നതായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് സാധിക്കും. അവസാനമായിട്ട്, അതായത് ഈ പറയുന്ന പ്രപ്പോസൽ ഘട്ടം കഴിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ ഡീല് സമ്പൂർണ്ണമാകുന്നതിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനോട് അനുമതി എടുത്താൽ മതി എന്നതാണ്. കേരളത്തിന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതിയൊക്കെ വേണ്ടി അത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് ഇതിനകം തന്നെ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഈ MSC പോർട്ടും അദാനി പോർട്സിൻ്റെ അധികൃതർ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗലി ചെന്നിട്ട് ഇവരെ എന്തെങ്കിലും കേസ് കൊടുക്കാവുന്ന നിലയോ മറ്റോ ആയിട്ടില്ല എന്നാണ് ഞാൻ പെട്ടെന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ചെന്നിട്ട് ഉടനടി അവരോട് ചെന്നിട്ട് കുഴപ്പത്തിലേക്ക് പോകാനും മറ്റും പോകാവുന്നൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല. പിന്നെ അദാനി പോർട്സ് തീരുമാനിക്കുകയാണ് ഇവർ കൂടെ വന്നാൽ ഇത് കുറേ കൂടെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ പറയുന്ന MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളൊന്നാണ്. 2 ലക്ഷത്തോളം ജീവനക്കാരുള്ളൊരു കമ്പനിയാണ്. 900-ലേറെ കപ്പലുകൾ എല്ലായിടത്തുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വമ്പൻ സംവിധാനമാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. കേരളത്തിലേക്ക് ഒറ്റത്തവണയായിട്ട് എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരിക്കും ഇതെന്നൊക്കെ ഇന്നത്തെ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മത്സരക്ഷമത കുറയും എന്നതാണ് പ്രതിപക്ഷ നേതാവെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. അത് വസ്തുതാപരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വമ്പൻ കുത്തകയാണ്. പക്ഷേ ഇവർ 2 പോർട്ടുകൾ കൂടെ ഇതേപോലെ അദാനി ഇവരോട് സഹകരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഒന്ന് മുന്ദ്ര, ഒന്ന് ചെന്നൈയിലെ ഒരു തുറമുഖം കൂടെ അദാനി പോർട്സാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ഈ MSC പോർട്സിന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഈ ഷെയർ ഉണ്ട്. അപ്പോൾ അവരുടെ മൂന്നാമത്തെ ഒരു സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സഹകരണത്തെ എങ്ങനെയെങ്കിലും നിഷേധിക്കാനോ തടയാനോ
നിയമപരമായിട്ട് കേരള സർക്കാരിന് സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതുവരെ അവരെ ഇങ്ങനെയാണെങ്കിൽ അന്തിമമായിട്ട് ഒപ്പിട്ടില്ലെങ്കിൽ ഇനിയാണെങ്കിലും അറിയിച്ചാൽ മതി. പത്രത്തിലൂടെ അറിയിച്ചതിന് ശേഷം ഇതൊക്കെ അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരു പരസ്പരം കൈകോർക്കാൻ പോവുകയാണ്, ഇതിന് സമ്മതം തരണം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് സമ്മതം കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പം എന്താണ് ഈ കൊടുക്കേണ്ട എന്ന് വെച്ചാൽ ഇവരുടെ അഗ്രിമെൻ്റ് പ്രകാരം പിന്നെ എന്തെങ്കിലും സോളിഡായിട്ടുള്ളൊരു കാരണം പറയണം. ഇത് വർഷങ്ങളായിട്ട് ലോകത്തെമ്പാടുമായിട്ട് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി MSC എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് അദാനി പോർട്ട് മറ്റു രണ്ടിടത്ത് രാജ്യത്ത് തന്നെ ഇങ്ങനൊരു സഹകരണം ഉണ്ടായിരിക്കെ കേരളത്തിൽ വിഴിഞ്ഞത്ത് മാത്രമായിട്ട് ഈ സഹകരണം പറ്റില്ല എന്ന് തീരുമാനമെടുക്കാൻ എന്ത് കാരണമാണ് കേരള സർക്കാരിന് അങ്ങോട്ട് പറയാൻ പറ്റുക എന്നെനിക്കറിയില്ല. ഇത് വൃത്തിയായിട്ട് നടന്നാൽ മതിയല്ലോ, ഇത് വൃത്തിയായിട്ട് നടന്നാൽ മതി. പിന്നെ കുത്തകവൽക്കരണമൊക്കെ ഉണ്ടാകുന്നു വെച്ചാൽ ഇതൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളല്ലേ ഉണ്ടാവുക എന്ന സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് കേരള സർക്കാരിന് സമ്പൂർണ്ണമായിട്ട് ഇത് തടയുക എന്നതിലേക്ക് പോകേണ്ടി പോകുമോ എന്നെനിക്കറിയില്ല. ഇന്നത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്കണ്ഠകളെ ഞാനും ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിച്ച സ്വരത്തിലല്ല VD സതീശൻ സംസാരിച്ചതെന്ന് കൂടെ നമ്മൾ നോക്കണം. അതായത് 5 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഞങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കൂ എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ 5 പോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതിന് അനുമതി തരൂ എന്ന് വെച്ചാൽ അവർക്ക് സമ്മതിക്കുന്ന എന്താ തടസ്സം? അവരിത് പോസിറ്റീവായിട്ട് നടപ്പാക്കാനല്ലേ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ നടക്കാനാണ് സാധ്യത. പക്ഷേ ഇതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതിതാണ് ശ്യാമിലി, അതായത് അദാനി കമ്പനിയുമായിട്ട് കൊമ്പ് കോർത്തിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനോ നരേന്ദ്രമോദിയോ അല്ല. നരേന്ദ്രമോദിക്ക് എതിർപ്പേ ഇല്ല. അദാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ഒരാളായിട്ടാണ് അറിയുക. ഏറ്റവും ശക്തനായിട്ടുള്ള അദാനിയെ എതിർക്കുന്ന നേതാവ് VD സതീശൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി അദാനിയോട് ബന്ധമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അദാനിയെ പിന്നെ എന്താണ് അവിഹിതമായിട്ട് സഹായിക്കുന്നൊന്നോ അല്ല സ്നേഹിക്കുന്നൊന്നോ ഒറ്റോ പറഞ്ഞിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് പ്രസംഗിക്കുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ അദാനി അദ്ദേഹത്തെ സ്വയം ശക്തിപ്പെടുത്താൻ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഇങ്ങനെ വലിയ 13,700 കോടി രൂപയുടെ ഒരു വമ്പൻ സഹകരണം ഡീൽ ഉണ്ടാക്കുമ്പോൾ അത് ഗുണകരമല്ല സംസ്ഥാന താല്പര്യത്തിന് എന്ന് ഇവിടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറയും? കേരളത്തിലെ MP തന്നെ ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ശക്തമായുള്ള നിലപാട് നേരത്തെ അറിയിച്ചില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള VD സതീശനോട് നമുക്ക് ആ സഹകരണം വേണ്ട കേട്ടോ, നിങ്ങൾ നിഷേധിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുമോ അല്ലെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുമോ? ഇതിൻ്റെ വഴിക്ക് പോകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സഹകരണം നിശ്ചയമായിട്ടും അദാനി പോർട്ടിനെയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെയും ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 40 വർഷത്തിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ് താത്വികമായിട്ട്, രേഖ അങ്ങനെയാണ്. അപ്പോൾ 40 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോഴേക്ക് അവർ പരമാവധി ലാഭം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ മികച്ച തോതിൽ നടപ്പാക്കപ്പെടുന്ന ഒരു ലോകത്ത് തന്നെ പ്രധാനപ്പെട്ടൊരു തുറമുഖമായിട്ട്, കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ തുറമുഖമാണ്, ലോകത്തെ പ്രധാനപ്പെട്ട വമ്പൻ കക്ഷികളെല്ലാം കണ്ണുവെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ലോകത്തെ ഷിപ്പിംഗ് മേഖലയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ MSC ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 40 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കുറേ കൂടി ശക്തിപ്പെടുത്തിയൊരു തുറമുഖമായിരിക്കും നമുക്ക് കിട്ടുക എന്ന് വേണമെങ്കിൽ ശുഭാപ്തി വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്ത് ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുമോ, രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമോ, രാഹുൽ ഗാന്ധി പറയുന്നത് അദാനിക്കെതിരാണെങ്കിൽ VD സതീശനെ അനുകൂലിക്കുകയാണെങ്കിൽ എത്ര പ്രയാസത്തോടെയായിരിക്കും അദ്ദേഹം അനുകൂലിക്കുക, അങ്ങനെയാണെങ്കിൽ മറ്റെന്തൊക്കെ ധാരണകൾ രാഷ്ട്രീയമായിട്ടുണ്ടാകും എന്നതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ ചെലുത്തുന്നത്. മറ്റൊന്ന് ദേശാഭിമാനിയുടെ കാര്യമാണ്. ദേശാഭിമാനി ഇപ്പം വിഴിഞ്ഞം നമ്മൾ 10 കൊല്ലത്തെ കൈകാര്യം ചെയ്ത ടീമാണല്ലോ. അദാനിയും മറ്റേ മകൻ അദാനിയും ഗൗതം അദാനിയും ഒക്കെ വന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനൊക്കെ കാണുകയും സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് കണ്ടപ്പോൾ, ഈ 13,700 എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എഴുതിയൊരു വാർത്തയായിരിക്കും അത്. ദേശാഭിമാനി മാത്രമല്ല, മനോരമ, മാതൃഭൂമി എന്നിവരെല്ലാം തന്നെ ഈ പറയുന്ന ലൈനിൽ തന്നെയാണ് വാർത്ത എഴുതിയിട്ടുള്ളത്. വലിയ കേരളത്തിന് വലിയ മുന്നേറ്റമാണ് എന്ന്. ഒരുപക്ഷേ വിഴിഞ്ഞത്തേക്ക് 13,700 കോടി രൂപ വരുന്നു എന്ന് വെച്ചാൽ അത് ആ അർത്ഥത്തിൽ ശരിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഈ പറയുന്ന അദാനി പോർട്ടിൻ്റെ ആകെ ഷെയറിൻ്റെ 49% എടുത്തിട്ട് അദാനി പോർട്ടിന് ഈ 17,000 രൂപ കൊടുക്കുക എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം, ലളിതമായിട്ട് പറഞ്ഞാൽ 13,700 കോടി രൂപ. അപ്പോൾ അങ്ങനെ പിന്നെ കേരളത്തിനാകെ ഗുണകരമാണോ എന്ന് വെച്ചാൽ ഗുണകരമാണ്, ഇത്രയും വലിയ ഒരു സംഗതി വരുന്നു എന്നുള്ളത്. അപ്പോൾ മനോരമയും മാതൃഭൂമിക്ക് എഴുതിയ പോലെ ദേശാഭിമാനി എഴുതി, പക്ഷേ ദേശാഭിമാനിക്ക് അങ്ങനെ എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഇവർ തമ്മിലുള്ള കോർഡിനേഷനൊന്നും അത്ര നല്ലതല്ല എന്നൊരു തോന്നൽ കൂടെ നമുക്കുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തോമസ് ഐസക്ക് വന്നിട്ട് ദേശാഭിമാനിക്ക് തെറ്റിപ്പറ്റി പോയതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി വരുമ്പോൾ അവരോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് ദേശാഭിമാനിക്കോ CPMൻ്റെ ലീഡർഷിപ്പിനോ തോന്നിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ സംവിധാനങ്ങൾക്കോ തോന്നിയിട്ടില്ല എന്നത് അവരുടെ സമയം ശരിയല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടെ എടുക്കണം. ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.